അടിയുണ്ടാക്കും, പിണങ്ങും, സ്നേഹിക്കും. അത് ശരിക്കൊരു സിബ്ലിങ്സിനെ പോലെയായിരുന്നു. ശ്രദ്ധ എന്നുള്ള പേരിനേക്കാളും വായിലേക്ക് വരിക വർഷം. അന്ന് അതിനുള്ള വിവരം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ദുൽഖർ സൽമാൻ ആണെന്നുള്ള സാധനം ശ്രദ്ധനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയാണ് വന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയതാണ്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര മെമ്മറബിൾ ആക്കി തന്ന കുട്ടിച്ചാത്തലിലെ വർഷയാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. സോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഞങ്ങളെ ചൈൽഡ്ഹുഡ് നിങ്ങൾ മെമ്മറബിൾ ആക്കി തന്നു. നിങ്ങളുടെ ഒരു മെമ്മറി എങ്ങനെയുണ്ടായിരുന്നു കുട്ടിച്ചാത്തലിലെ? കുട്ടിച്ചാത്തൻ സ്നേഹ പറഞ്ഞ പോലെ അന്നുള്ള എല്ലാ കുട്ടികളുടെയും ഒരു ഫേവറേറ്റ് മെമ്മറിയാണ് കുട്ടിച്ചാത്തൻ. സ്കൂള് കഴിഞ്ഞ് വന്നിരുന്ന് കാണാനുള്ള പരിപാടി. ഞങ്ങളുടെയും ഭയങ്കര മെമ്മറബിൾ ഡേയ്സ് ആണത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ടൊരു ഫാമിലി ആയിട്ടുണ്ടായിരുന്ന സെറ്റായിരുന്നു അത്. ആൻഡ് എല്ലാ വെക്കേഷനും എനിക്കൊന്ന് 2 വർഷവും 2 പാട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതിന് വെക്കേഷന് എപ്പോഴും ഞങ്ങൾ ഒത്തുകൂടുന്ന പോലെയായിരുന്നു അത്. അടിയുണ്ടാക്കും, പിണങ്ങും, സ്നേഹിക്കും. അത് ശരിക്കൊരു സിബ്ലിങ്സിനെ പോലെയായിരുന്നു അത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അതിപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടെന്നുള്ള ക്യാരക്ടറിന്റെ പേര് വരെ എന്നെ മാറ്റി പറയുന്നത് വർഷാന്നുള്ള പേരിനേക്കാളും വായിലേക്ക് വരിക വർഷം. എനിക്ക് ഇപ്പൊ അത് ഓർക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എല്ലാ ഡെയിലി കാണുന്ന ഒരു ഇതായിരുന്നു, നമ്മുടെ ലൈഫിന്റെ ഭാഗമായിരുന്നു ചെറുപ്പത്തിൽ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ഇങ്ങനെ വർഷ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണുമ്പോൾ വിചാരിക്കും ആ വലിയ കമ്മല്, കളർഫുൾ ഡ്രസ്സ്, ഷോർട്സ്. അപ്പോഴത്തെ നമ്മുടെ ആ പ്രായത്തിലുള്ള എല്ലാവർക്കും ട്രെൻഡായി വരുന്ന ഡ്രസ്സൊക്കെയാണ് വർഷ തന്നിട്ടുണ്ട്. ആ കമ്മലൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാങ്ങിങ് ഉള്ള കമ്മലൊക്കെ. അപ്പൊ ഇതുപോലത്തെ ഒക്കെ മേടിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. എല്ലാരും പറയാറുണ്ട് അതിനെ പറ്റി. അപ്പൊ ഇതൊക്കെ സെലക്ട് ചെയ്തെന്ന് ആരായിരുന്നു? അതൊക്കെ അന്ന് എനിക്ക് അതിന്റെ ബോധമൊന്നുമില്ല. അന്ന് വീട്ടുകാര്, അതെ അമ്മയൊക്കെ തന്നെ ആരൊക്കെയോ അമ്മ അവരൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരും, നമ്മൾ ഇടും, അത്ര തന്നെ. അന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ബോധമൊന്നും ഇല്ലല്ലോ. എങ്ങനെ കുട്ടിച്ചാത്തലിലേക്ക് വന്നത്? കുട്ടിച്ചാത്തലിൽ ഞാൻ വന്നത് സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും, ഞാനും ഷെയ്നും അവനീത്തും, ഞങ്ങൾ 3 പേരും സൂപ്പർ ഡാൻസർ ജൂനിയറിലെ പാർട്ടിസിപ്പൻസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലിസ്റ്റായി. അത് കണ്ടിട്ടാണ് കുട്ടിച്ചാത്തലിലേക്ക് വിളി വരുന്നത്. ഞങ്ങൾ 3 പേരെയും അതിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡാൻസും ആക്ടിങ് ഒക്കെ താല്പര്യം ഉണ്ടെന്ന് എപ്പോഴാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ ഒന്ന് മനസ്സിലായത്? അത് എനിക്കറിയില്ല. ഒരു പക്ഷെ എൻ്റെ 3.5 വയസ്സാണ്. ഭയങ്കര ചെറുപ്പത്തിലേ ഇങ്ങനെ നമുക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ട്, ടിവിയിലാണെങ്കിലും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരാളാണ്. ഇവരിതെങ്ങനെ മനസ്സിലാക്കി? ഏത് പ്രായത്തിൽ മനസ്സിലാക്കി? 3.5 വയസ്സിൽ എന്നെ കൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തു. പക്ഷെ അന്ന് പഠിക്കില്ല. ആ സമയം ഇങ്ങനെ ടീച്ചർ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ചിട്ട് അടിപ്പിക്കും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തോന്നിണ്ടാവും എന്തോ ഒരു കലാബോധം ഉണ്ടെന്നെങ്ങാനും, താളബോധമോ കലാബോധം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഒരു കസിൻ തന്നെയാണ് ഇൻഫാക്ട് സൂപ്പർ ഡാൻസ് ജൂനിയറിലേക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചുള്ള, നമുക്ക് മെസ്സേജ് അയക്കണമായിരുന്നു ആദ്യം പോവണമെങ്കിൽ. അപ്പോൾ അങ്ങനെ അയച്ചിട്ടതൊക്കെ എൻ്റെ കസിനായിരുന്നു. അപ്പോൾ ഫാമിലിയാണ് ശരിക്കും, അവരുടെ സപ്പോർട്ടും ഇതൊക്കെ കൊണ്ട് അവർക്ക് എന്തോ തോന്നി കൊച്ചെന്തെങ്കിലും ചെയ്യുമായിരിക്കും തോന്നിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത് പട്ടം പോലെ സിനിമയിലേക്ക്. ഈ കുട്ടിച്ചാത്തൻ കണ്ടിട്ടാണോ പട്ടം പോലെയിലേക്ക് വിളിക്കുന്നത്? കുട്ടിച്ചാത്തനല്ല, ഞാൻ അമ്മക്കിളി എന്ന് പറഞ്ഞൊരു സീമാമയില്ലേ, പഴയ ആക്ട്രസ് സീമാമേന്റെ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് എന്നെ കരുണാകരൻ അങ്കിൾ പ്രൊഡ്യൂസർ പട്ടം പോലെയിൽ വിളിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ എന്താ പറയാ, അന്ന് ഞാൻ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ആക്ടിങ് വെറുതെ പോകുന്നു. ദുൽഖറിന്റെ ഒക്കെ കൂടെയാണ് അഭിനയിക്കുന്നത്. അതെ, ആദ്യമായിട്ട് ദുൽഖറിനെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്. അതിനുള്ള വിവരം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ദുൽഖർ സൽമാൻ അത് അങ്ങനെയാണ് തോന്നുന്നു എനിക്ക്. പക്ഷെ അന്ന് ദുൽഖർ സൽമാന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ, DQന്റെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ അന്ന് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എല്ലാവരും ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ അന്നത്തെ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി മനസ്സിലാക്കാനുള്ള ബോധം. അന്ന് അത്ര ബോധം ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ കാണാൻ ഇങ്ങനെ വലിയ ഹൈറ്റ് ഉള്ള, നല്ല ഹൈറ്റാണ്, അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാളു ചേച്ചിയായിരുന്നു, മാളവിക മോഹനനാണ് ഹീറോയിൻ ആയിരുന്നു. മാളു ചേച്ചി നല്ല രസമാണ്. മാളു ചേച്ചി കഴിഞ്ഞ് ഞാൻ ഈ നമ്മുടെ കണ്ണൂർ ഭാഷയൊക്കെ പഠിച്ച് നല്ല രസമായിരുന്നു അവിടെ. നല്ല സെറ്റായിരുന്നു. DQ ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു. അതിനകത്ത് ക്യാരക്ടർ അങ്ങനെയാണ്, ചാടി നടക്കുന്ന ഒരു ക്യാരക്ടർ. അത് കാണുമ്പോൾ ചിരി വരും. ഇവിടെയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ആളെ കാണാതെ പോയി. മെഡിസിൻ, അതെ, ഒരു ലൈഫ്. എവിടെയായിരുന്നു മെഡിസിൻ പഠിച്ചത്? ഞാൻ പുറത്താണ്, ഇവിടെ അല്ല പഠിച്ചത്. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ആണ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്തത്.
അപ്പോൾ ഡോക്ടർ ആകണം എന്നുള്ള ആഗ്രഹം സ്വന്തം ആയിട്ട് അതും അച്ഛനും അമ്മയും എങ്ങാനും കണ്ടുപിടിച്ചതാണോ? ആരും ഒരാൾ തലക്കേറ്റിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുഞ്ഞിൽ എന്ത് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു ഡോക്ടർ, ആക്ടർ, ഡാൻസർ എന്നായിരുന്നു. ഈ മൂന്നും പറയും. അത് ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ ഏതോ ഒരു എനിക്കറിയാം, ഓർമ്മയില്ല. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഞാൻ പറയുന്നുണ്ട് ഡോക്ടർ, ആക്ടർ, ഡാൻസർ. അതേപോലെ സ്ലാം ബുക്കിൽ പണ്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ 3 ആഗ്രഹവും ഉണ്ടായിരുന്നു, 3 ആഗ്രഹവും സാധിച്ചതായി ഇങ്ങനെ നിൽക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പൊ? എനിക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ സന്തോഷമുണ്ട്. ശരിക്കും അന്ന് എഴുതിയ സാധനങ്ങൾ ഒരുവിധമായി വരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ മെഡിസിൻ പഠിക്കാൻ പോയി, അതിന്റെ ഫ്ലോയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഇത് മിസ് ചെയ്തിരുന്നു. ഇതിപ്പം ഡാൻസും അല്ലെങ്കിൽ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കളർഫുൾ ഒരു വേൾഡ് ആണ്. പക്ഷെ നമ്മൾ പഠിത്തത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മെഡിസിൻ തീരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ മാറിയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് തുടക്കത്തിൽ എനിക്കത് ഫീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിത് മിസ് ചെയ്യാൻ തുടങ്ങി. ആ ലൈഫ് മിസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചിരുന്നില്ല, കാരണം ഞാനത് അപ്പോഴൊന്നും സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങി എനിക്കിത് ഇഷ്ടമാണെന്നുള്ള കാര്യം. മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ യെസ് അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു തുടങ്ങി, തിരിച്ചു വരണം, പഠിത്തം കഴിഞ്ഞൊന്ന് തിരിച്ചു വരണം. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു, എങ്ങനെ തിരിച്ചു വരും, ആര് കൊണ്ടുവരും എന്നുള്ള സാധനം. അതെ, ദൈവദൂതനെ പോലെ വീണ്ടും ജിത്തു ജോസഫ്. സത്യം. എങ്ങനെയായിരുന്നു വലതുവശത്ത് അത് പഠിത്തം കഴിഞ്ഞതിന് ശേഷം? അതെ, വലതുവശത്തെ കള്ളൻ ആക്ച്വലി എൻ്റെ അച്ഛൻ അറിയാം, എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം എനിക്ക് ഈ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടെന്ന്. അപ്പോൾ ബൈജു അങ്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെയ്ബറിൻ്റെ മോൻ അലൻ AD ആയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന മൂവിയാണ് വലതുവശത്തെ കള്ളൻ. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു ഓഡിഷൻ, ഇപ്പൊ അറിയാം ഈ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളത്, എങ്ങനെയെങ്കിലും സിനിമയിൽ. അപ്പൊ ഇങ്ങനെ ഓഡിഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഭാഗ്യവശാൽ കൊച്ചിയിലുണ്ടായിരുന്നു, അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു ആൻഡ് ഗോട്ട് സെലക്റ്റഡ്. എന്തായിരുന്നു ചെയ്യാൻ തന്ന ഒരു സീൻ? എനിക്കൊരു ഒരു സ്ക്രിപ്റ്റിൽ 2 ക്യാരക്ടേഴ്സും ചെയ്യാനാണ് തന്നത്. ഒന്നൊരു ബോസ്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു ബോസ്. മറ്റതൊരു അവിടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി, ഒരു പാവം കുട്ടി. അപ്പോൾ അങ്ങനെ ഒരു സാധനം, ബോസ് ഫ്ലേർട്ട് ചെയ്യും ഈ കുട്ടി, അത് ഞാൻ ചെയ്യണം. ഈ കുട്ടി ഒരു പാവം കുട്ടി, ലേറ്റ് ആയി ഒരുമിച്ച് ചെയ്യാൻ. ആദ്യം ഈ കുട്ടീൻ്റെ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത തവണ ഇത് ആ ബോസിന്റെ പാട്ട് ഫുൾ ചെയ്യണം. അങ്ങനെയായിരുന്നു. ചെയ്യാൻ പക്ഷെ ചെയ്തെന്ന് തോന്നുന്നു, എനിക്കറിയാം, അതുകൊണ്ടായിരിക്കും. ഇല്ല, സാറില്ല. സാറിന്റെ ഫുൾ ചീഫ് എഡി അർഫാസ് ഏട്ടൻ, ലത്തീഫ് ഏട്ടൻ, ഇവരുടെ ഫുൾ എഡിറ്റർ വിനായക്, അങ്ങനെ എല്ലാവരും ഫുൾ ടീം, അവരെ ADs ഫുൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ക്ലാപ്പ് അടിച്ചു. അവരുടെ കാരണമാണ് ഞാൻ പറയാം, അവര് സെലക്ട് ചെയ്തത് കൊണ്ടാണ് അല്ലേ, ഓക്കെ വെച്ചത് കൊണ്ടാണ് ഞാൻ വലതുവശത്തില് കള്ളൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ക്യാരക്ടർ ആ സിനിമയ്ക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ആ സിനിമ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോ എന്ത് തോന്നി? ഒരു കംബാക്ക് ആണ്, പിന്നെ നല്ലൊരു ക്യാരക്ടർ കിട്ടി, ജിത്തു ജോസഫ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി, എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഭയങ്കര ഹാപ്പി. എന്താ പറയാ, ഞാൻ ഒരിക്കലും ജിത്തു ജോസഫിന്റെ ഒരു പടത്തിൽ, അല്ല ജിത്തു സാറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിന് ഒരു കുഞ്ഞു ക്യാരക്ടറായാലും അത് ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഭാഗ്യവശാൽ ആ ക്യാരക്ടർ എല്ലാവരെയും മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ സ്റ്റോറി തുടങ്ങുന്നത് ദീപ്തി എന്ന ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. എന്താ പറയുക, എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.